നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസികൾക്കുൾപ്പെടെ എല്ലാവർക്കും കർശന നിർദ്ദേശം നൽകി സൗദിയും കുവൈറ്റും രംഗത്തെത്തിയിരിക്കുകയാണ്. രാജ്യത്തെ കാലാവസ്ഥയിലുണ്ടായിട്ടുള്ള അസ്ഥിരത കണക്കിലെടുത്ത് സ്വദേശികളും പ്രവാസികളും ജാഗ്രത പാലിക്കണമെന്ന് കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. സുരക്ഷാ, ഗതാഗത സംബന്ധമായി ഉൾപ്പെടെ ഏത് തരത്തിലുള്ള സഹായത്തിനും 112 എന്ന എമർജൻസി നമ്പറിൽ വിളിക്കണമെന്നും ആഭ്യന്തര മന്ത്രാലയം അറിയിക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ സൗദി അറേബ്യയുടെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ പൊടിക്കാറ്റുണ്ടായി. റിയാദ്, അൽ ജൗഫ്, കസീം, ഹായിൽ, മക്ക, മദീന എന്നിവിടങ്ങളിൽ ശക്തമായ പൊടിക്കാറ്റുണ്ടെന്ന് കാലാവസ്ഥാ അധികൃതരെ ഉദ്ധരിച്ച് ഔദ്യോഗിക വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. പലയിടങ്ങളിലും റോഡുകളിൽ കാഴ്ച തീർത്തും അസാധ്യമായിരിക്കുകയാണ്. പൊതുജനങ്ങൾ അത്യാവശ്യ സാഹചര്യങ്ങളിലല്ലാതെ പുറത്തിറങ്ങരുതെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതേസമയം കുവൈറ്റിൽ നിലവിലുള്ള കർഫ്യൂ ലംഘിച്ചതിന് 11 പ്രവാസികൾ ഉൾപ്പെടെ 35 പേർ കൂടി പിടിയിലായിരിക്കുകയാണ്. 24 സ്വദേശികളും പിടിയിലായവരിൽ പെടുന്നു. അഹ്മദിയിൽ നിന്ന് 15 പേർ, മുബാറക് അൽ കബീറിൽ നിന്ന് 2 പേർ, ജഹ്റയിൽ നിന്നും ഫർവാനിൽ നിന്ന് 3 പേർ വീതം, ഹവല്ലിയിൽ നിന്ന് 9 പേർ, അൽ അസ്മിയിൽ നിന്ന് 3 പേർ എന്നിങ്ങനെയാണ് അറസ്റ്റിലായിരിക്കുന്നത്. കർഫ്യൂ ലംഘിക്കുന്ന വിദേശികളെ നാടുകടത്തുമെന്നും സ്വദേശികൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും ആഭ്യന്തര മന്ത്രാലയം മുന്നറിയിപ്പ് നൽകിയിരുന്നു. രാജ്യത്ത് കൊറോണ വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ പ്രഖ്യാപിച്ച കർഫ്യൂ ലംഘിച്ചാൽ പ്രവാസികളെ നാടുകടത്തുമെന്ന മുന്നറിയിപ്പ് അധികൃതർ നേരത്തെ തന്നെ നൽകിയിരുന്നു. ആയതിനാൽ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടതാണ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.